ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സാഷ് ബേക്കറി. എനിക്കറിയാം, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഒക്കെ ആയിട്ട്. ഞാൻ ഭയങ്കര മടിയുണ്ടെന്നും അല്ല, നമുക്കിപ്പോൾ ജോലിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല ലേറ്റ് ആവും. പിന്നെ ഇപ്രാവശ്യം ഞാൻ ഇച്ചിരി കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്ക് ഓഫീസിൽ കുറച്ച് കൈ കാണാനും ഡാൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാർക്ക് അറിയുന്ന ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആണെന്ന്. അപ്പോൾ ഈ കോർപ്പറേറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എനിക്ക് എന്തുകൊണ്ട് പ്രത്യേകിച്ച് ഇഷ്ടമെന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഓഫീസിൽ നിന്ന് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസ് പോലെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് നല്ലത്. ഇനി എൻ്റെ ഡാൻസിന് എനിക്ക് കിട്ടിയത് ഇതാണ്. കാണുന്നവർക്ക് വെറും ചോക്ലേറ്റ് മാത്രമുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ പ്രസൻറ്റേഷൻസ് കിട്ടുക, ട്രോഫീസ് കിട്ടുക, എനിക്ക് അതിനേക്കാൾ എന്തുകൊണ്ട് വാല്യൂ ഇതൊക്കെ തന്നെയാണ്. കാരണം അവർ നമുക്കിതെങ്കിലും തരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തായാലും നല്ല നമ്മൾ ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണുമായിരിക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഈ ചോക്ലേറ്റ്സ് ആണ് അപ്പോൾ എനിക്ക് ഡാൻസ് കളിച്ചപ്പോൾ കിട്ടിയ. ഞാൻ ഈ ഗിഫ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനുശേഷം ഈ ഒരു പെട്ടി എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഞാൻ കുറേ കാത്തിരുന്നു. കാരണം നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. നമുക്ക് കോർപ്പറേറ്റ് വർക്ക് ചെയ്യണവർക്ക് ഇങ്ങനെ ഓരോരോ ഫെസ്റ്റിവൽ വരുമ്പോൾ ഓരോരോ ഗിഫ്റ്റ് നമുക്ക് ഓരോ ഫെസ്റ്റിവലും നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ ഓണത്തിനൊന്നും കിട്ടത്തൊന്നുമില്ല, ബിക്കോസ് ഇത് വന്നിട്ട് അങ്ങനെയല്ല, ഒരു കോമൺ നമ്മുടെ US റിലേറ്റഡ് അല്ലെങ്കിൽ ഈ കർണാടകയിൽ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവർ നമുക്ക് ആ രീതിയിൽ തരും കേട്ടോ. അപ്പം ഇതിന് പൊട്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇത് മറ്റേ ക്രഞ്ചി ടൈപ്പൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ആർക്കും തരില്ല, ചോദിക്കല്ലേ. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചില്ല, കാരണം ഇത് ഞാൻ പൊട്ടിച്ച് കാണാൻ വേണ്ടി കാത്തിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. വന്ന ഉടനെ തന്നെ ഞാൻ ഇത് ചെയ്യുക, കാരണം ആ വേഷം ഞാൻ മാറിയിട്ടില്ല. ചിലപ്പോൾ ഓഫീസിലോട്ട് കാണുമ്പോഴേക്ക് വിചാരിക്കും ഈ പെണ്ണിന് വേറെ പണിയില്ലേ, ചെന്ന് കിടന്നുറങ്ങും. കാരണം അത്രയ്ക്ക് ബോഡി പെയിൻ എടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് ഈ ഭരതനാട്യമൊക്കെ കളിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു സെമി ക്ലാസ്സിലൊക്കെ നല്ല രീതിയിലും കളിച്ചിട്ട് വന്നിട്ട് ഓക്കെ. കറാച്ചി ബേക്കറി എന്നുള്ള ഇത് മൊത്തം ബേക്കറി സാധനങ്ങളാണ്. ബേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാടുണ്ടല്ലോ. ഇങ്ങനെ വച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോരോ ഞാൻ കാണിച്ചു ചെയ്യാം. ഇത് കുക്കീസ്, ഫസ്റ്റ് വൺ കുക്കീസ്. ഓക്കെ, ഇവർ സെലോ ടാപ്പൊക്കെ വെച്ചിട്ടാണ് കുക്കീസ് ഞാൻ പൊട്ടിക്കും. ഓക്കെ, ഇങ്ങനത്തെ കുക്കീസ്. ഇതിൽ മറ്റേ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കട്ട് കണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കൊള്ളാം, നല്ല ഇഷ്ടമാണ് കുക്കീസ്. ആൾക്കാർ ആരാണുള്ളത്, അപ്പോൾ നട്ട്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, കൂടുതൽ ഇത് ഇഷ്ടപ്പെടും. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി നട്ട്സ് ഇഷ്ടമാണ്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരെണ്ണം കാണിച്ചിട്ടാ. അത് വലിയ വ്യത്യാസമാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർ, പക്ഷെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആളാണ് കേട്ടോ. പറയാൻ പറ്റൂല, ഇല്ല ഇതൊക്കെ പറഞ്ഞാലും. എൻ്റെ ബ്രദർ, നമ്മൾ വിളിക്കുന്ന ഉണ്ണിക്കുട്ടൻ എന്നാണ്. ഞാൻ അവനെ എപ്പോഴും ഓർക്കും. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ അവനെയാണ് ഓർക്കണത്. എൻ്റെ ഉണ്ണിക്കുട്ടനെ ഓർക്കും. കാരണം എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഉണ്ണീൻ്റെ കാര്യം പറയുന്നത്, ലൈക്ക് ഐ ഓൾവേസ് ഗിവ് സ്വീറ്റ്. എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കുക്കീസ് കഴിച്ചു നോക്കണം കേട്ടോ, ഓസ്മാനി കുക്കീസ്. ഫ്രൂട്ട് ബിസ്ക്കറ്റൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ കഴിക്കുന്ന ആയിരിക്കും, പക്ഷെ ഇത് പിന്നെ നല്ല ടേസ്റ്റ് കാണും. കാരണം നല്ല ബ്രാൻഡ് നോക്കിയിട്ട് അവർ നമുക്ക് തരത്തുള്ളൂ. കയ്യിൽ വിടുന്നില്ല. ഫ്രൂട്ട് ബിസ്ക്കറ്റ് ഉള്ളൂ. ഇവിടെ ഇങ്ങനൊരു സാധനം കൂടെ വെച്ചിട്ട് ഇത് കാലിയായി. ഇപ്രാവശ്യം ഇതെന്തെങ്കിലും വയ്ക്കാനും ഇടാനായിട്ട് ഇങ്ങനെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് കുറേ മധുര പലഹാരങ്ങൾ തന്നിട്ട് അവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേര് നിന്നിട്ട് അങ്ങനെ ഇപ്പോൾ അവർക്കൊരു പ്രമോഷൻ വേണ്ട. കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം. ഇത് മാഞ്ഞില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അവർ
ഈ പറഞ്ഞ എല്ലാ സാധനത്തിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഞാൻ വേറെന്തോ വിചാരിച്ചു, നമുക്ക് എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്തിന് പറയണം, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ച് നോക്കിയിട്ട് കുറയ്ക്കണം. ഇപ്പം ഓഫീസിലെ ഫുഡ് എല്ലാം കഴിച്ചിട്ട് വേറെ ഡമ്മനിരിക്കുക. അതിനിടയ്ക്ക് ഡാൻസ് കളിച്ചതാണ്ട് കണ്ണിൽ ഞാൻ കുറച്ചൊക്കെ മേക്കപ്പ് മാറ്റിയിട്ടുള്ളൂ. ഇനി ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് മേക്കപ്പ് മാറ്റണം. ഐബ്രോസൊക്കെ എഴുതി വിട്ടേക്കുക കുറച്ചായിട്ട്. ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് കളയണം, ഹെവി മേക്കപ്പ് മൊത്തം ഒന്ന് കളയണം. അത് വരണതിന് മുന്നേ തന്നെ, ഓഫീസിൽ നിന്ന് വരണതിന് മുന്നേ തന്നെ നിങ്ങളെ എനിക്ക് കാണിക്കാൻ ഭയങ്കര ആഗ്രഹം. കാരണം ഡാൻസിൻ്റെ ഇവിടെ ഫുൾ ഡാൻസിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ ഉള്ള ഫോട്ടോസ് ഏതൊക്കെ വെച്ച് ഞാൻ ആഡ് ചെയ്യാം. സെക്യൂരിറ്റി റൂൾസ് പ്രകാരം അങ്ങനെയാണ്. അപ്പോൾ നമുക്കങ്ങനെ കാണിക്കാൻ പാടില്ല. ബട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് കിട്ടിയ അവസരം കിട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ശരി, അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരേക്കും ടാറ്റാ.